ഇത് നമ്മുടെ ഓല ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇത് ഏകദേശം നമുക്ക് 40,546 കിലോമീറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കറണ്ടിൽ 40,546 കിലോമീറ്ററാണ് ഈ വണ്ടി നമ്മൾ ടോട്ടലി ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏകദേശം നമ്മൾ ഈ വണ്ടീൻ്റെ പർച്ചേസ് ഡേറ്റൊക്കെ കാണിച്ചു തരാം. ഏകദേശം അല്ല, കറക്റ്റ് അബൌട്ട് പോയി കഴിഞ്ഞാൽ പർച്ചേസ് 17 മാർച്ച് 2022 ഇത് പർച്ചേസ് ചെയ്തത്. ഏകദേശം ഇപ്പോൾ അതായത് മാർച്ച് 23 മാർച്ച് 24 ആകുമ്പോൾ അപ്പോൾ 40,546 കിലോമീറ്റർ നമുക്ക് ടോട്ടലായിട്ട് ഇത് ഇപ്പോൾ നമ്മൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തെല്ലാം നമുക്കാണ് മെയിൻ്റനൻസ് വന്നിട്ടുണ്ട്, എന്തെല്ലാമാണ് നമുക്ക് ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഈ സാധനം ഇപ്പോഴും 40,000 കിലോമീറ്റർ ഓടിയപ്പോൾ നമ്മളിത് എന്ത് ചെയ്തിട്ടില്ല, അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അപ്ഗ്രേഡ് ചെയ്യാത്ത കാരണം എന്താ, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഓല ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം. ഇത് പെട്ടെന്നൊന്നും അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ചോദിക്കുമ്പോൾ ഇന്ന് സാധനമില്ല, അല്ലെങ്കിൽ ഗണ്ണില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് അവർ പറയുന്നത്. ഞാൻ ഇന്നും ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് മുമ്പ് ഞാൻ അവർക്ക് വിളിച്ചിട്ടുണ്ട്. അന്നും തിങ്കളാഴ്ച വരി അല്ലെങ്കിൽ ഞായറാഴ്ച വരി വിളിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മേജർ അടികളൊന്നും വരാത്ത കാരണത്താൽ ഇത് പൊട്ടിയിട്ടുമില്ല. ഓക്കെ, 40,000 കിലോമീറ്റർ എങ്ങനായിട്ടും ഇപ്പോൾ ഈ ഫോർക്ക് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്. നമുക്ക് പറയാം ടയർ കമ്പനി തന്ന അന്നുള്ള അതേ ടയറാണ്, അതേ MRFൻ്റെ അതേ ടയർ കണ്ടോ. ഇപ്പോഴും ഇതേപോലെ തന്നെ ഒന്ന് മറിച്ചിട്ടു, കാരണം ചെത്തലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് തിരിച്ചിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോഴും ഇത്രയാണ് ഇനി നമുക്ക് ഓടാനുള്ളത്. ഈ ഒരു ഏകദേശം തീർന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും 40,000 കിലോമീറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഫ്രണ്ട് ടയർ ഓടിയിട്ടുണ്ട്. ബാക്കിലെ ടയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ടയറാണ്, അതായത് കമ്പനി ടയർ ഒഴിവാക്കി പിന്നെ ഒരു ടയർ മൂന്നാമത്തെ ടയറാണ്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ സിയാറ്റാണ് ഇട്ടിട്ടുള്ളത്. കാരണം സിയാറ്റും MRFും റൈറ്റിലല്ല മാറ്റുണ്ട്. അതുകൊണ്ടാണ് ബാക്കിലെ ടയർ നമ്മൾ എന്ത് ചെയ്ത് സിയാറ്റ് മാറ്റി ഇട്ടത്. അപ്പോൾ ഈ രണ്ട് സംഭവം നമുക്ക് ആക്ച്വലി നല്ല മുതലായിട്ടുണ്ട്. ടയർ ഫ്രണ്ടിലെ ടയറും മുതലായിട്ടുണ്ട്. ഏകദേശം ഈ ബാക്ക് ടയറാണെങ്കിലും ഇതിന് മുമ്പൊക്കെ MRF ആണ്. MRF ഇട്ട സമയത്ത് നമുക്കൊരു 15,000 കിലോമീറ്റർ എന്തായാലും കിട്ടിയിട്ടുണ്ട്. എബോണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ ബ്രേക്ക് പേഡ് പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിലെ ബ്രേക്ക് പേഡ് നമ്മൾ 2 പ്രാവശ്യം മാറ്റി. അതായത് കമ്പനി തന്ന പേഡും പിന്നീട് ഒരു പേഡും കൂടി നമ്മൾ മാറ്റി, പിന്നീട് ഒരു പേഡും കൂടി മാറ്റിയതാണ് ഫ്രണ്ടിൽ ടയർ. ശരിക്കും പറഞ്ഞാൽ 2 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ പേഡാണ് ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ബ്രേക്ക് പേഡ്. അതേപോലെ തന്നെയാണ് ബാക്കിൽ ഇപ്പോൾ അടുത്ത് നമ്മൾ ബാക്കിലെ മൂന്നാമത്തെ പേഡ് ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ മുമ്പ് കമ്പനി തന്നത് മാറ്റി, വീണ്ടും ഒന്ന് മാറ്റി, വീണ്ടും നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഏകദേശം ഒരു 5,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ടാവും ഇത് മാറ്റിയിട്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ ടയറും മൂന്നാമത്തെ ബ്രേക്ക് പേഡുമാണ് നമുക്ക് ബാക്കിൽ വരുന്നത്. മുന്നിലാണെങ്കിൽ മുന്നത്തെ ടയർ ഫസ്റ്റ് എത്തും, മുന്നത്തെ ലൈനർ നമ്മൾ മൂന്നാമത്തുമാണ് വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മെയിൻ്റനൻസുകൾ, അതായത് മെയിൻ്റനൻസ് ഉള്ള സാധനം, അതായത് നമ്മൾ തേയ്മാനുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, കാര്യമായിട്ട് വണ്ടിയിൽ നമ്മൾ മാറ്റം കൊടുത്തിട്ടുള്ളൂ. അതായത് സർവീസ് ആയിട്ട് തീരും, ടയർ അതേപോലെ തേഞ്ഞു പോകും. അങ്ങനെ മാത്രമേ നമ്മൾ ഈ വണ്ടിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ചെയ്ത 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്. ബാക്കിലെ സസ്പെൻഷൻ, ബാക്കിലെ ഈ സസ്പെൻഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ബാക്കിലെ സസ്പെൻഷൻ ഒരു പ്രാവശ്യം നമ്മൾ മാറ്റിയിട്ടുള്ളൂ, ഒറ്റ തവണ. ഇത് നമുക്ക് മാച്ച് റീഡികൾ വരുന്നുണ്ട്. അതായത് ഒരു ഗട്ടറിലൊക്കെ ചാടുമ്പോൾ കറക്റ്റ് സസ്പെൻഷൻ കിട്ടാതായപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കിലെ സസ്പെൻഷന് മാറ്റിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഫോർക്കിന് ചെറിയൊരു മാറ്റങ്ങൾ വന്നു, അതായത് ചെറുതായിട്ടൊരു ആട്ടം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിലെ നമ്മളെ ബാരിങ് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ടോർക്ക് പുഷ് എന്ന് പറയും ഈ സാധനം, ഇവിടെ ഇങ്ങനെ വരുന്ന ടോർക്ക് പുഷും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ഇത്രയൊക്കെ സംഭവങ്ങളാണ് നമ്മളെ ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ചെയ്യാന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ആയിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ തീർത്ത് പോയിട്ടുള്ളത്. പിന്നെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഞാൻ ഹാപ്പിയാണ്, എല്ലാം കൊണ്ട് ഞാനിത് ഹാപ്പിയാണ്. കാരണം നമുക്ക് ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ പോകണമെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പെട്രോൾ അടിക്കണം. ഇപ്പോൾ നമ്മൾ 10 അല്ല 50 കിലോമീറ്റർ ആണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ടെൻഷൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, പോയി വരാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ബാറ്ററി പെർസെൻറ്റേജ് എല്ലാം കറക്റ്റായിട്ട് ഡിസ്പ്ലേയിൽ കൊടുക്കേണ്ടതുകൊണ്ട് കുടിക്കിയിട്ടില്ല. കാരണം നമുക്ക് കറക്റ്റായിട്ടുള്ള ബാറ്ററി പെർസെൻറ്റേജും എത്ര കിലോമീറ്റർ ഓടും എന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇതിൽ ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ട്
നമ്മളെന്ത് ചെയ്തിട്ടില്ല, വയലിൽ കുടുങ്ങിയിട്ടില്ല. ഈ വണ്ടിന് ഓല എന്നല്ല ഞാൻ പറയുന്നത്, ഇലക്ട്രിക് വണ്ടി എന്തായാലും ഇപ്പോൾ ഫ്യൂച്ചറിൽ നല്ല വണ്ടിയായിട്ടാണ് എല്ലാ വണ്ടികളും വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് എന്താണ് ലാഭം തന്നെയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വണ്ടി ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് വയലച്ച് ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലോ ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല. ഒന്നായിട്ട് സോഫ്റ്റ്വെയർ ബഗ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഒരു കുറച്ച് ടൈം, അതായത് 10-15 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഡിസ്പ്ലേ ഓണാവായി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ആ ഒരു സമയമായപ്പോൾ തന്നെ അത് റെഡി ആയിട്ടുണ്ട്. എന്നാലും ഞാൻ വളരെ ഹാപ്പിയാണ്, ഇതുവരെ ഹാപ്പിയാണ്. ഇനി ഇങ്ങോട്ട് ഹാപ്പിയായി പോകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ടോപ്പിക്ക് ഇങ്ങനെ അവസാനിപ്പിക്കും.